പത്തനംതിട്ട തിരുവല്ലയിൽ PJ കുര്യനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സേവ് UDF എന്ന പേരാണ് പോസ്റ്ററുകൾ. PJ കുര്യന്റെ വ്യാമോഹങ്ങൾക്ക് UDF കൂട്ടുനിൽക്കരുത് എന്നെഴുതിയ പോസ്റ്ററുകളാണ് പതിച്ചിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, PJ കുര്യനെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണോ ഇപ്പോൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? ഏതു ഭാഗത്തായിട്ടാണ് ഈ പോസ്റ്ററുകൾ? സ്മൃതി, തിരുവല്ല നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇത് തിരുവല്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് സമീപത്തടക്കമാണ് ഇന്ന് രാവിലെയോടെ സേവ് UDF എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ PJ കുര്യന്റെ വ്യാമോഹങ്ങൾക്ക് UDF കൂട്ടുനിൽക്കരുത് തുടങ്ങിയ വാചകങ്ങൾ ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ തിരുവല്ല സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമോ അത്തരത്തിലുള്ള ഒരു സൂചനകളൊക്കെ വന്നിരുന്നു. പകരം റാന്നി നിയമസഭാ സീറ്റ് അതിൽ വെച്ചുമാറിക്കൊണ്ടുള്ള ഒരു മത്സരത്തിലേക്ക് പോകുമോ എന്നൊരു സംശയവും അണികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു പക്ഷേ തിരുവല്ലയിൽ UDF PJ കുര്യന് സീറ്റ് നൽകുമോ എന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ PJ കുര്യന് സീറ്റ് നൽകരുത് എന്ന സൂചന പ്രകാരമുള്ള പോസ്റ്ററുകൾ തിരുവല്ല നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തിരുവല്ലയിൽ UDFനെ സംബന്ധിച്ച് അത് നിർണായകമായിട്ടുള്ളൊരു സീറ്റാണ്. കഴിഞ്ഞ ഏതാനും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ LDF ആണ് തുടർച്ചയായി വിജയിക്കുന്നത്. അവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകുന്നു, പക്ഷേ അവിടെ വിജയിക്കാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് PJ കുര്യന്റെ പേര് കൂടി തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. എന്നാൽ അതിനെ ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വം എതിർക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തിരുവല്ല നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ PJ കുര്യനെതിരെ ഇത്തരത്തിൽ വാചകങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.